ഈ ഒരു സംഭവം വെച്ചിട്ട് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 1 ലിറ്റർ നമുക്ക് രൂപ 55 രൂപയുടെ വ്യത്യാസമാണ് ഓരോ ലിറ്റർ നമ്മൾ എടുക്കുമ്പോൾ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് കൊഴുക്കട്ട ശനിയാഴ്ച അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അന്നും കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കൂടുതലും ഞാൻ കാണിക്കുന്നത് ക്ലീനിങ് വർക്കാണ്. അപ്പോൾ ഇന്ന് ക്ലീനിങ് വർക്ക് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്നതുകൊണ്ട് രാവിലെ മുതലേ ജോലി പെട്ടെന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഏത്തപ്പഴവും മുട്ടയും കൂടി പുഴുങ്ങിയിട്ട് അങ്ങോട്ട് കഴിച്ച് ഞാനും പപ്പയും കൂടി. ഞങ്ങൾക്ക് രണ്ടാൾക്ക് നല്ല ക്ലീനിങ് പരിപാടികളുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അങ്ങോട്ട് ഈസി ആയിട്ട് കഴിഞ്ഞ് പിന്നെ അതേ ചോറ് അവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉച്ചക്കുള്ള 1-2 കറികൾ അതൊന്ന് പെട്ടെന്നൊന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് കൊഴുക്കട്ടയും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് വേണം ക്ലീനിങ് പണിക്ക് പോകാനായിട്ട്. അപ്പോൾ ഒരു പീച്ചിങ് എല്ലാം ഉണ്ടായിരുന്നുള്ളൂ അന്ന്. അതുകൊണ്ട് അത് വെച്ചാൽ ഒന്നും ആകില്ലല്ലോ. അത് വെച്ചാൽ പരിപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത്തിരി തേങ്ങയും കൂടി അരച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് എന്ന് വെച്ചാൽ ഒരു ചാറുമായി കറിയായി എന്നുള്ള രീതിക്കാണ് വെക്കണത്. പിന്നെ ഒരു അച്ചിങ്ങ ചെമ്മീനും കൂടിയിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നുണ്ട്. രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ അതെല്ലാം വെന്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇത്തിരി മാവ് ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മുടെ ഫില്ലിങ് റെഡിയായിട്ട് ഇന്നലെ ബാക്കി വന്ന ഫില്ലിങ് 5 ഉരുളയായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് കൊഴുക്കട്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഴുക്കട്ട ശനിയുടെ ആ കൊഴുക്കട്ടയുമായി നമ്മുടെ കറികളിലായിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ക്ലീനിങ് വർക്കിലേക്ക് കിടക്കണം. അപ്പോൾ ഏതായാലും ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുവിധം നമ്മളങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യുമല്ല. അപ്പോൾ ആ ഒരു ക്ലീനിങ് വർക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുന്ന ചില സാധനങ്ങൾ നമുക്ക് വൻ നഷ്ടത്തിൽ കിട്ടിയേക്കുന്ന സാധനങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. ആ രൂപക്ക് തന്നെ അത് ലാഭമാണ് സത്യത്തിൽ. പക്ഷേ അതിലും നമുക്ക് നഷ്ടം വരുന്നതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതിപ്പോൾ ഞാൻ ഒരു സാധനം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇനി കൂടുതലായിട്ട് ഞാനൊന്ന് ഫ്ലിപ്കാർട്ടിലെ ഓരോ കോംബോ ഐറ്റംസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. കാരണം ഇത് നോക്കണമെങ്കിൽ തന്നെയും ഒരുപാട് ടൈം വേണം, കുത്തിയിരുന്ന് നോക്കണം. അപ്പോൾ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇരുന്ന് നോക്കാൻ നേരമില്ല. കാരണം ഞാൻ ഈ യൂട്യൂബ് വർക്ക് ചെയ്യുന്നതും എല്ലാം ഈ ഫോണിൽ തന്നെ. വീണ്ടും ഞാൻ ഈ ഫോണിൽ കുത്തിയിരുന്ന് കണ്ണ് ഇങ്ങനെ നോക്കിയിരിക്കുക എന്നൊരു ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം കേട്ടോ. കാരണം നമ്മൾ ഇതുപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടിയേക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇതിലൂടെ പറയുമ്പോൾ ഒത്തിരി ആളുകൾ അത് മനസ്സിലാക്കി അവരും ഷെയർ ചെയ്ത് കൊടുക്കും. ഇതൊക്കെ ശ്രദ്ധിക്കണം, ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഞാൻ അശ്രദ്ധമായിട്ടെടുത്ത ഒരു അബദ്ധമാണ് കഴിഞ്ഞ ഗ്രോസറി ഷോപ്പിങ്ങിലുള്ളതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2-3 പ്രാവശ്യം മുന്നേ ഉള്ള ഗ്രോസറി ഷോപ്പിങ്ങിൽ അതിപ്പോഴാണ് ഞാൻ സത്യത്തിൽ കണ്ടുപിടിച്ചത്. അതുപോലെ ഇനി ഏതൊക്കെ അബദ്ധങ്ങളുണ്ട് നമുക്കെന്നുള്ളത് നമ്മൾ എപ്പോഴും ഇങ്ങനെ വിലകൾ തമ്മിലിങ്ങനെ നോക്കി തന്നെ എടുക്കണം കേട്ടോ. ഒറ്റയ്ക്കുള്ള വിലയും അത് കോംബോയാകുമ്പോഴുള്ള വിലയും അത് നമ്മളുടെ ക്വാണ്ടിറ്റി കൂടുമ്പോഴുള്ള വിലയും കുറയുമ്പോഴുള്ള വിലയും മിക്കതും ക്വാണ്ടിറ്റി കൂടുതലെടുക്കുമ്പോൾ വില കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെപ്പോഴും കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ 100 ഗ്രാമിൻ്റെ ഒരെണ്ണം എടുത്താൽ ഇത്രയും രൂപ. അപ്പോൾ നമ്മൾ 1 ലിറ്ററിൻ്റെ എടുക്കണമെങ്കിൽ ചിലപ്പോൾ ഈ 100 ഗ്രാമിൻ്റെ വെച്ച് നോക്കുമ്പോൾ 1 ലിറ്ററിന് വില കൂടുതലായിരിക്കും നമ്മളോട് അവർ മേടിക്കണം. അപ്പോൾ അതൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ നോക്കാനായിട്ട്. നിങ്ങൾ എന്ത് സാധനങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ കമ്പയർ ചെയ്ത് മേടിക്കുക. തൂക്കം നോക്കിയിട്ട് ആ വില വ്യത്യാസം 100 ഗ്രാമിന് ഇത്രയാണെങ്കിൽ 1 ലിറ്ററിൻ്റെ ഉപ്പിക്ക് എത്രയാണ് ഇതൊക്കെ നോക്കിയിട്ട് മേടിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറികൾ പ്രത്യേകിച്ചൊന്നുമില്ല. തേങ്ങ അരച്ചിട്ട് വെളുത്തുള്ളിയും ജീരകവും തന്നെ, വേറൊന്നുമില്ല, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് ഇതിൽ വെള്ളം കൂടി അത് ജാറ് കഴുകി ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു കുറുകയുള്ളൊരു കറിയായി, ചാറുമായി കറിയായി നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ അത്. അപ്പോൾ പീച്ചിങ്ങ ചെമ്മീനിട്ട് വെക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചത്, പക്ഷെ അത് തികയൂല. പപ്പക്ക് അറിയില്ല പീച്ചിങ്ങയൊക്കെ വെന്താ വെള്ളമാണെന്നുള്ളത് പപ്പക്കൊക്കെ അറിയില്ല. അപ്പം ഞാൻ പറയാറുണ്ട് പീച്ചിങ്ങ മേടിക്കുമ്പോൾ 1 കിലോ കുറഞ്ഞ് മേടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്ന് പച്ചക്കറി മേടിച്ചിട്ട് വന്ന സമയത്ത് പുള്ളി ഞാൻ പറഞ്ഞു വിട്ടത് 1/4 കിലോയിൽ കൂടുതൽ മേടിക്കരുത്, പീച്ചിങ്ങ ആണെങ്കിൽ 1/2 കിലോ മേടിക്കണം എന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞു വെച്ച്. പക്ഷേ മറ്റുള്ള പച്ചക്കറികൾ 1/4 കിലോ എന്ന് പറയുമ്പോൾ പുള്ളി ഇതും 1/4 കിലോയാണ് മേടിച്ചിട്ട് വന്നത്. അതാണ് സംഭവിച്ചത്. എങ്കിലും പരിപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് കറിയായി സെറ്റായി വന്ന് നമുക്ക് ആവശ്യത്തിനുള്ളതായിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് പൊടി മാത്രമാണ് ഇന്നത്തെ കൊഴുക്കട്ടയ്ക്ക് എടുത്തേക്കണം. കാരണം 5 ഉരുള
ഫില്ലിംഗ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കൊഴുക്കട്ട ചെയ്ത് നോക്കിയവർ കൊഴുക്കട്ട ചെയ്തിട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയില്ല എന്നുള്ളത് കമൻസിൽ ചെയ്ത് നോക്കിയവർ കമൻ്റ് ഇടണം കേട്ടോ, എന്നാലേ എനിക്കറിയാൻ പറ്റുള്ളൂ. ഇത്രയും ഈസി ആയിട്ടും പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ വേറൊരു റെസിപ്പി ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ചോദിച്ചതാണ്. ചിലവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ 2 ദിവസം ഇട്ടിട്ടില്ല എങ്കിൽ തന്നെയും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ പഴയ വീഡിയോയിൽ ചെയ്ത് നോക്കി അടിപൊളിയായിട്ട് കിട്ടിയെന്നൊക്കെ കമൻറ്റ് ഇട്ടേച്ച്. അപ്പോൾ ഇനിയുള്ള ആളുകളും കമൻറ്റ് ഇടണം കേട്ടോ. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു കൊഴുക്കട്ട ആയിരുന്നു എന്നൊക്കെയുള്ള കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചിലത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 5 കൊഴുക്കട്ട വേഗം അങ്ങോട്ട് ചെയ്ത് ഇത്രയേ ഉള്ളൂ. വേഗം പരിപാടികൾ കഴിഞ്ഞ് ഇനി ഞാൻ ആദ്യം ക്ലീൻ ചെയ്യാൻ പോയത് എന്താണെന്നറിയോ, നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ആ ഒരു വാഷറുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ വാഷിംഗ് മെഷീൻ ടാബ്ലറ്റ് ഇട്ടിട്ട് ക്ലീൻ ചെയ്യണ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഡ്രം ക്ലീനിങ്. അതിൻ്റെ അകത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്നൊന്ന് പറയണമെന്ന്. കാരണം അതിൽ നമ്മൾ ഹാർഡായിട്ട് കുത്തി കഴുകാൻ പാടില്ല, ഉരച്ച് കഴുകാൻ പാടില്ല, ആ വാഷർ പൊട്ടിപ്പോവും. അപ്പോൾ അതിലൊരു ചെറിയൊരു മുറിവ് വന്നാൽ പോലും അത് പിന്നെ മാറ്റണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ പേടിച്ചിട്ട് ഉരച്ച് കഴുകില്ല, ഒരു പണിയാക്കട്ടല്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആരും തന്നെ ഒന്ന് കമൻസിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല കറ പിടിച്ചതെങ്ങനെ ഈ കരിമ്പൻ പോലെ പിടിച്ചേക്കണേ. അത് ശരിക്കും ഞാൻ എപ്പോഴും തുടച്ച് കഴുകി, അതെന്ന് വെച്ചാൽ വാഷിംഗ് കഴിയുമ്പോൾ അവിടെയുള്ള വെള്ളമൊക്കെ തുടച്ച് കളയലൊക്കെ പതിവാണ്. പക്ഷേ അത് ഇപ്പോൾ ഒരു 2-3 വർഷമായില്ലേ, അത്രയും സമയമായി എടുത്തിട്ടാണ് അവിടെ ആ കരിമ്പൻ വന്നത് കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഹാർപ്പിക്കൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ ഒരു ബാത്റൂം ക്ലീനറും ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കുലുക്കും ഇല്ല, അതായത് ഒരു തരി പോലും അതിനകത്ത് നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പം ഞാൻ ആ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ബാത്റൂം ക്ലീനറില്ലേ, അതിട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് ഇട്ട് തുടങ്ങിയപ്പോഴേ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞാനോർത്ത് അയ്യോ ഇത് പോകാൻ തുടങ്ങിയല്ല, അയ്യോ അന്നേ കാണിച്ചേക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇടുന്നതിന് മുൻപ് നിങ്ങൾ ആ മറ്റേ ഞാൻ ഇത് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അത് ഭയങ്കര കറുത്തിരുന്നേച്ചാ ഒരു ഭാഗം. അതാണ് ഒരുവിധം ക്ലീനായി, ഇപ്പോൾ ഒരു 90% എനിക്ക് ക്ലീനായി കിട്ടിയത് കേട്ടോ. അത് കാണിക്കാം. അപ്പം നമ്മുടെ കൊഴുക്കട്ടയൊക്കെ എടുത്ത് വെറുതെ ഞാൻ എടുത്ത് വെച്ചതാണ്, കഴിക്കാനുള്ള നേരമൊന്നും ആയിട്ടില്ല. നമ്മൾ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാ. എങ്കിലും ഞാൻ കട്ടൻ ചായയും കൂടി അതിൻ്റെ ഒപ്പം എടുത്തിട്ട് വെച്ച്. കാരണം പപ്പ ഇതൊക്കെ തണുക്കാതെ ഒന്നും കഴിക്കില്ല. ചായ ആണെങ്കിലും എന്താണെങ്കിലും പപ്പ തണുത്ത ഐസ് പോലെയാണ് കഴിക്കണത്. ഇപ്പോൾ വേറൊരു ശീലമുണ്ട് പപ്പക്ക്, ചോറ് ഫ്രിഡ്ജിൽ നമ്മൾ തലേദിവസം ബാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പപ്പ അത് ചൂടാക്കാതെ തരാൻ പറയും. ആ തണുത്ത ചോറിങ്ങനെ തിന്നുമ്പോൾ പപ്പക്ക് ഭയങ്കര ആശ്വാസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയും തണുത്ത സാധനങ്ങളാണ് പപ്പക്ക് ഇഷ്ടം. അതുകൊണ്ട് ഇതൊക്കെ റെഡിയാക്കി വെച്ചെന്ന് മാത്രം കഴിക്കാനുള്ള നേരമൊന്നും ആയിട്ടില്ല. അതിന് ശേഷം അപ്പോൾ എനിക്ക് പിന്നെ പണിയില്ല, എല്ലാം കഴിഞ്ഞല്ല, ഇടയ്ക്കൊന്ന് ചായ ഇടാൻ പോകണ്ട. അപ്പം ഞാനത് അവിടെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കേട്ടോ പെട്ടെന്ന് ഓർത്തത് വീഡിയോ എടുത്ത് കാണിക്കണമല്ലോ. കാരണം എനിക്കറിയില്ല, ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്തത്. കാരണം എന്തിട്ടിട്ട് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വെറുതെ നമുക്കൊരു വിശ്വാസമില്ലാതെ എങ്കിലും കിടക്കട്ടെ എന്ന് ശേഷം ഇടൂല, അങ്ങനെ ഇട്ടതാണ്. അപ്പോഴാണ് ഉരച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പോകുന്നുണ്ട് ആ കളറ്. അപ്പം ഞാൻ വേഗം വീഡിയോ എടുത്തിട്ടുണ്ടെന്നാണ് കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഇടുന്നതിന് തൊട്ട് മുമ്പുള്ളതും കൂടി ഞാൻ കാണിച്ചേനെ. അപ്പോൾ ഇത് പ്രതീക്ഷയില്ലാതെ ചെയ്തൊരു കാര്യം. അതുമല്ല ഞാൻ ഹാർഡായിട്ടുള്ള ഒന്നും ഇട്ട് ഉരച്ചിട്ടില്ല കേട്ടോ, സ്ക്രബ്ബറോ ഒന്നും ഇട്ട് ഉരച്ചിട്ടില്ല. ഇതുപോലെ നമ്മൾ ഈ പേസ്റ്റ് ഇടുന്ന പോലെ ഒരു ടൂത്ത് ബ്രഷിന്മേലേക്ക് ഇത് ഇത്തിരി ആക്കിയിട്ട് ഇങ്ങനെ ഉള്ളിലും മുകളിലും സൈഡിലും ഒക്കെ അങ്ങോട്ട് ഉരച്ച് കൊടുത്തിട്ടാ. അപ്പോൾ ഇത്രയും സോഫ്റ്റായിട്ട് ഉരച്ചാൽ പിന്നെ ഞാൻ ഇതിനേലും വലിയൊരു ബ്രഷ് എടുത്തിട്ട് പതിയെ ഒന്ന് കുറച്ച് ഏരിയ പെട്ടെന്നൊന്ന് ക്ലീൻ ആകൂലെന്ന് വെച്ചിട്ട് വലിയ ബ്രഷ് എടുത്തിട്ട് അങ്ങനെയും കൂടി ഒന്ന് ഉരച്ച്. അല്ലാതെ സ്റ്റീലിൻ്റെ എന്തെങ്കിലും സ്ക്രബ്ബറോ എന്തെങ്കിലും ഒന്നുരച്ചാൽ ചിലപ്പോൾ അത് മൊത്തത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ റിസ്ക് എടുത്തില്ല, വേണ്ട. അവർ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതിൽ നിങ്ങൾ കൂടുതലിട്ട് ഉരച്ച് കഴുകരുത്, ഈ സംഭവം ചെറിയൊരു ഹോൾ വന്നാൽ പോലും ഇത് മാറ്റേണ്ടി വരും എന്നവർ പറഞ്ഞിട്ടുണ്ട്. വെറുതെ എന്തിനാ ഒരു പണച്ചെലവ് ഉണ്ടാക്കണം നമ്മൾ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഇത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് മറ്റേ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇട്ട് കഴിഞ്ഞാൽ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് പോയിട്ടാ, പെട്ടെന്ന് പോയി. ഇത് ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ക്ലീനായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. പിന്നെ ഞാൻ ക്ലീനാകാതെ കിടന്ന സകല സ്ഥലത്തേക്കും ഞാനിതും കൊണ്ട് പോയിട്ടാണ്.
അപ്പോൾ ഈ സംഭവം 1 ലിറ്ററിൻ്റെയും 1/2 ലിറ്ററിൻ്റെയും കിട്ടും. 1/2 ലിറ്റർ മേടിക്കുമ്പോൾ വില കൂടുതലാണ്, 1 ലിറ്റർ മേടിക്കുന്നതാണ് ലാഭം. അത് നമ്മുടെ വീഡിയോൻ്റെ ഏറ്റവും അവസാനം ഞാൻ ഫ്ലിപ്കാർട്ടിൽ അത് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതങ്ങനെ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഇത്. അപ്പോൾ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതൽ ഒന്ന് തെളിമയായിട്ടാണ്. അപ്പോൾ നിങ്ങൾ കണ്ടവർക്കറിയാം, ഇത് ഭയങ്കര കരിക്കട്ട പോലെ കിടന്നു വെച്ചതാണ്. ഭൂരിഭാഗം പോയിട്ടുണ്ട്, 90% പോയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഞാൻ ചെയ്തത് നമ്മുടെ വാഷ് ബേസിനുണ്ടല്ലോ, വാഷ് ബേസിൻ എൻ്റെ ഈ കിച്ചൻ്റെ അകത്തുള്ള വാഷ് ബേസിൻ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. പണ്ട് ഞാൻ ഈ വാഷ് ബേസിൻ ഉപയോഗിച്ചപ്പോഴേ, പണ്ടെന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ കയറി താമസിച്ച് ഒരാഴ്ചയായിട്ടുള്ളൂ, ഞാൻ ഹാർപ്പിക്ക് നേരെ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് കഴുകി. പക്ഷേ ആ ഹാർപ്പിക്ക് ഇങ്ങനെ ഒഴുകി വീഴൂലേ, അവിടെ മൊത്തം കറുത്തു പോയി. അപ്പം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഏതൊരു ബാത്റൂം ക്ലീനറും ടോയ്ലറ്റ് ക്ലീനറും ഒന്നും ഡയറക്റ്റ് ഇടരുത്. അതെപ്പോഴും ക്ലോസറ്റിനകത്ത് ഡയറക്റ്റ് ഇടുക, അല്ലാതെ വേറെയുള്ള സ്ഥലങ്ങളിൽ ഒന്നും ഡയറക്റ്റ് ഇടരുത്. സ്റ്റീലൊക്കെ കറുത്ത് പോകും, അത് ശ്രദ്ധിക്കണം. പത എടുത്തിട്ടും വേണം തേച്ച് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യം കഴുകിയത്. ആ ടാപ്പ് കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇത് ഭയങ്കര തിളങ്ങി വരുന്നത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ്. അപ്പോൾ ആ ടാപ്പ് കഴുകിയതും വെറുതെ ഒന്ന് കഴുകി നോക്കാമെന്ന് വിചാരിച്ച് കഴുകണം. അതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്തില്ല. അപ്പോൾ ഏതായാലും ഇത് നിങ്ങളെ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഈ ടാപ്പ് അങ്ങോട്ട് കഴുകി. അങ്ങനെ ഒരു എന്താ പറയാനുള്ളത്, എനിക്ക് തന്നെ ഭ്രാന്തായി. ഇത് കഴുകും തോറും ഭയങ്കര ഇൻട്രസ്റ്റായി. കാരണം അത്രയും നല്ല ക്ലീനാണ്. ഇതുവരെ ഇത്രയും ക്ലീനായി കിട്ടിയിട്ടില്ല. വേറെ എന്തിട്ട് കഴിയുക, പേസ്റ്റ് ഇട്ട് കഴിയിട്ട് പോലും ഇത്രയും ക്ലീനായിട്ട് കിട്ടിയിട്ടില്ല. ശരിക്കും ഞാൻ വാഷ് ബേസിൻ്റെ ടാപ്പ് അപ്പുറത്തത് നമ്മൾ ഡൈനിങ് ഏരിയയിലുള്ളത് കഴുകിയത് ഞാൻ വെറുതെ ചുമ്മാ ഒന്ന് കഴുകി നോക്കാം. അത് വീഡിയോ എടുത്തതുമില്ല. അപ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് തിളങ്ങണം, നന്നായിട്ടിരിക്കണം. അങ്ങനെ പിന്നെ വേഗം ഇതും അപ്പുറത്തെ ടാപ്പും എല്ലാം എല്ലാം കഴുകി. അതുപോലെ ഞാൻ വേറൊരു ബ്രഷ്, അതായത് ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രഷ് വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു ഗ്യാപ്പ് ക്ലീനിങ് ബ്രഷ് എന്ന് പറഞ്ഞിട്ട്. അത് വന്നിട്ടില്ല ഇത്രയും ദിവസമായിട്ട്. അതും കൂടി വന്നിട്ട് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. എന്നിട്ട് ക്ലീനിങ് തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് വരാനായിട്ട് താമസിക്കണം. അത് വരുമ്പോഴത്തേക്കും റോജർ വന്നു കഴിഞ്ഞ് ശേഷമേ വരുള്ളൂ. അപ്പോൾ പിന്നെ റോജർ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്ലീനിങ്ങിന് വേണ്ടി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഈ ഗ്യാപ്പ് ക്ലീനിങ് ബ്രഷും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ സ്ഥലത്തും അഴുക്കെടുക്കുക. അത് ആ ബ്രഷ് വരുമ്പോഴത്തേക്കും അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏതായാലും ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേ ബ്രഷും കൂടി വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് ഈ ബ്രഷുകളൊന്നും എത്താത്തടുത്ത് അത് എത്തുന്നത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ആ ഒരു ബ്രഷ്, ഈ ഗ്യാപ്പ് ക്ലീനിങ് ബ്രഷ് എന്ന് പറയുന്നത് നമുക്ക് ഒരെണ്ണമായിട്ടൊന്നും മേടിക്കാൻ കിട്ടില്ല. കാരണം അത് 3 സെറ്റ് 4 സെറ്റ് അങ്ങനെയൊക്കെയാണ് അവർ എടുക്കാൻ പറയണത്. അപ്പോൾ നമുക്ക് കുറേ പൈസയാകും. അത് 2-3 പേർക്ക് വേണ്ടിയിട്ട് ഒന്നിച്ച് എല്ലാവരും കൂടി ചേർന്നിട്ട് ഓർഡർ ചെയ്യണമെങ്കിൽ അത് നിസ്സാര വിലക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ അത് ഞാൻ ആദ്യം ഉപയോഗിച്ച് നോക്കട്ടെ, എന്നിട്ട് നിങ്ങൾ മേടിച്ചാൽ മതി. കാരണം ചിലത് ഒട്ടും റേറ്റിംഗ് ഇല്ല, എങ്കിലും ഞാൻ മേടിക്കണേണ്. അത് അധികം ആരും ഉപയോഗിച്ച് ഞാൻ വീഡിയോകളിൽ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതത്ര റേറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടായിരിക്കുള്ളൂ ആരും മേടിക്കാത്തതെന്ന് തോന്നണം. അപ്പോൾ ഏതായാലും എൻ്റെ ഈ ടാപ്പ് ക്ലീനിങ്ങും വാഷ് ബേസിൻ ക്ലീനിങ്ങും എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, അത്രയും അഴുക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടാപ്പ് വേറെ വെച്ചതായിരുന്നു കേട്ടോ, കേടായിട്ട്. അതാണ് 2 ടാപ്പിന് 2 രീതിയിൽ. അപ്പോൾ അതിൻ്റെ മീതയിൽ ഒരു കറുപ്പ് റിങ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞാൻ വിചാരിച്ചത് അഴുക്കാണെന്ന് വിചാരിച്ചാൽ അതിൽ കിടന്ന് കുറേ പിടുത്തോട്ട് നേരം കളഞ്ഞ്. പക്ഷേ അത് പോകാതെ എപ്പോഴും മനസ്സിലായത് അതൊരു കളർ റിങ് ആണെന്നുള്ളത്. അപ്പോൾ ഈ ഗ്യാപ്പ് ക്ലീനിങ് ബ്രഷ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ കാണിച്ച ഏരിയയൊക്കെ നമുക്ക് ക്ലീനാക്കി കാണിക്കാം. അപ്പോൾ എനിക്കിങ്ങനെ ഈ ക്ലീനിങ് പ്രാന്തങ്ങൾ പിടിച്ചിട്ട് പിന്നെ എവിടേക്കാണ് ഈ സംഭവം കൊണ്ട് ഇടേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ വേഗം കുളിമുറി ചെന്നിട്ട് ഈ കറയുള്ള സ്ഥലത്തൊന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പപ്പയുടെ വഴിക്ക് വേറെ പണിയാണ് കേട്ടോ. എങ്കിലും പപ്പനെ വിളിച്ച് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ പപ്പ പറഞ്ഞു ഇതുമൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ അതും ചെയ്തത് ഞാൻ വീഡിയോ എടുത്തില്ല, തേച്ച് കഴുകിയത്. അധികം അങ്ങോട്ട് ഉറക്കണതിന് മുമ്പ് തന്നെ അതിൻ്റെ ലൈറ്റായിട്ടുള്ള എല്ലാം പോയി. കാരണം ഇത് കാലാകാലങ്ങൾ ഒഴുകി പിടിച്ചേക്കുന്ന മീതെ പിടിച്ചേക്കുന്ന കറകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇടക്കാഴ്ചയിലൊരിക്കൽ ഈ കറകൾ ക്ലീൻ ചെയ്താൽ ഫുള്ളായിട്ട് പോകും. ഇതിപ്പോൾ മീതെ പിടിച്ചത് കുറച്ച് മാത്രമാണ് പോകാതെ ഉള്ളത്. അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് പോകും കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് മീതെ ലെയറായിട്ട് പിടിച്ചത് മാത്രം പോകാത്തത്. പിന്നെ ഇത് കുറേ നാളായിട്ട് ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴായിട്ട് കുറച്ച് മടിയുണ്ട്. ഒന്നാമത് ചൂടായതുകൊണ്ട് കുളിമുറിയിലൊക്കെ നിന്ന് കഴുകൽ വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് മെയിനായിട്ട് ഞാൻ കഴുകാത്തത്. അപ്പോൾ അങ്ങനെ കഴുകാതെ ഇട്ടതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. കാരണം നമുക്ക് ക്ലീനിങ് എളുപ്പമായിട്ട് തോന്നി ഇത് വെച്ച് ചെയ്തിട്ടെ.
അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുളിമുറി ക്ലീനാണ്. കുളിമുറി ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റാൻഡ് മാത്രമാണ് കഴുകാതിരുന്ന. എങ്കിലും എനിക്ക് കുളിമുറി വീണ്ടും കഴുകണമെന്നൊരു ആഗ്രഹം. അതങ്ങനെയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലീനിങ് പെട്ടെന്ന് നടക്കണ കാണുമ്പോൾ നമ്മൾ വേഗം ചെയ്യും. അപ്പോൾ ഇതെല്ലാം ക്ലീനായി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിമുറിയും കൂടി ക്ലീൻ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചതിനേലും കൂടുതൽ പണി എളുപ്പത്തിൽ നടന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോന്നും മേടിച്ചിങ്ങനെ ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോന്നിൻ്റെ ഗുണങ്ങൾ മനസ്സിലാകണത്. ഏതായാലും ഭയങ്കര ബ്രാൻഡായിട്ടുള്ള സാധനങ്ങൾ മേടിക്കുന്ന, ഇപ്പം ഞാനെല്ലാം ബ്രാൻഡഡ് തന്നെയാണ് മേടിച്ചുകൊണ്ടിരിക്കണതല്ല. നേരത്തെയൊക്കെ ഹാർപ്പിക്കും അങ്ങനെയുള്ള ബ്രാൻഡായിട്ടുള്ള സാധനങ്ങളാണ് മേടിക്കുന്നത്. പക്ഷേ ഈ ഫ്ലിപ്കാർട്ടിൻ്റെ ഈ ബാത്റൂം ക്ലീനറും ടോയ്ലറ്റ് ക്ലീനറും മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ബ്രാൻഡഡിനെയും കാട്ടിയും കൂടുതൽ എഫക്റ്റീവാണ് ഈ സംഭവങ്ങളെന്ന് എനിക്ക് മനസ്സിലായത്. വിലയാണെന്നുണ്ടെങ്കിൽ നേർപകുതിയല്ല കേട്ടോ, അതാണ് വ്യത്യാസം. നേർപകുതി വില, പക്ഷേ അതിനേക്കാളും ഇരട്ടി ഗുണമുള്ള പോലെ തോന്നി. പിന്നെ ഈ ബ്രാൻഡഡ് മാത്രമേ ഇടുകയുള്ളൂ എന്നുള്ള ആൾക്കാർ ഇത് ശ്രദ്ധിക്കണ്ട. കാരണം അത് ചിലവർക്കത് ഇഷ്ടപ്പെടില്ല, അതിലെന്തെങ്കിലുമൊക്കെ ദോഷമുണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ടാകും. എനിക്ക് അങ്ങനെയുള്ള വിചാരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് മേടിച്ചത്. കാരണം എന്തെന്നറിയാമോ, ഇക്കാലത്ത് വീട്ടു ചെലവുകൾ നടത്താൻ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ഭൂരിഭാഗവും. ഈ കൊറോണ കാലത്തിന് ശേഷം എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടിലാണ് കുടുംബ ചെലവുകൾ നടത്തിപ്പോളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കുറഞ്ഞ പ്രൊഡക്ട്സുകൾ മേടിച്ച് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ പകുതി, നിങ്ങൾക്ക് വിചാരിക്കുന്നതിൻ്റെ പകുതി ചിലവിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാൻ സാധിക്കും. ഇപ്പം കുറഞ്ഞ രീതിയിലുള്ള സാധനങ്ങൾ നമ്മളുടെ ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഫ്ലിപ്കാർട്ടിൻ്റെ പല സാധനങ്ങളും നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ, അവരുടെ പേരിലുള്ളത്. ഫ്ലിപ്കാർട്ട് എന്നുള്ള ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇത് കാണാത്തവർ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് എല്ലാം അടിപൊളിയായിട്ടാണ്. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ എനിക്ക് വീണ്ടും കുറേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്നുള്ളൊരു തോന്നുന്നു. നമുക്ക് പരീക്ഷണങ്ങൾ നടത്താൻ തോന്നുമല്ല. അപ്പം ഞാൻ വിചാരിച്ച് നേരെ പുറത്ത് പോയിട്ട് വർക്ക് ഏരിയയിൽ, നമ്മുടെ പുറത്തെ വർക്ക് ഏരിയയിൽ മതിൽ, ആ ഒരു പെയിൻ്റ് അടിച്ചിരിക്കുന്ന മതിലില്ലേ, അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ അവിടുത്തെ പെയിൻറ്റ് കുറേ പോയിട്ടുണ്ട് കേട്ടോ. പെയിൻറ്റ് പോയേക്കുന്ന സ്ഥലത്ത് രക്ഷയില്ല, അല്ലാത്ത സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അത് നന്നായിട്ട് ക്ലീനായി കിട്ടി കേട്ടോ. അപ്പം നമ്മളുടെ ഈ പുറത്തെ ഈ വർക്ക് ഏരിയ കാണുന്ന എല്ലാവർക്കും തോന്നും ഇതെന്താണ് ഇവിടെ ടൈൽസ് ഒന്നും ഇടാത്തത്, അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ഇവിടെ അതൊക്കെ ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് പണികളുണ്ട് ഇവിടെ. അതെല്ലാം കൂടി ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് ചെയ്യാത്തത്. എല്ലാം ചെയ്യണം. ഇവിടെ മൊത്തം ഒന്ന് പൊളിച്ച് ഇതിൻ്റെ അടിയിൽ സെപ്റ്റിക് ടാങ്കിൻ്റെ കുറച്ച് പണികളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം മുകളിൽ ടൈൽസ് ഇടാനും. പിന്നെ നമ്മളുടെ വോളൊക്കെ ഒന്നുകൂടിയിട്ട് നല്ലതായിട്ട് പെയിൻറ്റ് ചെയ്തൊരു റൂം സെറ്റപ്പിലാക്കി എടുക്കണമെങ്കിൽ ഇത്തിരി പണിയുണ്ട് കേട്ടോ. അത് സാവധാനം, അതിനുള്ളൊരു സമയം ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യും. പിന്നെ ഇത് നമ്മുടെ കാറിൻ്റെ സീറ്റ് കവറ് പപ്പ എനിക്ക് രാവിലെ തന്നെ അഴിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിരാവിലെ തന്നെ ആദ്യം ഇത് വാഷ് ചെയ്ത് ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കീറിയതൊന്നും അല്ല കേട്ടോ, അതിൻ്റെ ആ ക്ലിപ്പ് കയറ്റുന്ന ഒരു സംഭവമാണത്. അപ്പം നമ്മുടെ കാറിൻ്റെ ഈ സീറ്റ് കവർ ഇടയ്ക്കെടുത്ത് പപ്പ കഴുകുന്ന ഒരു ഏർപ്പാടുണ്ട്. ഒന്നാമത് റൂബിക്ക് കയറണോണ്ടേ, റൂബിക്ക് തോന്നിയ പോലെയാണല്ലോ അവൾ. അപ്പോൾ അവൾ അഴുക്കൊക്കെ കേൾക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സീറ്റിൻ്റെ മീതയിലൊരു കവറ്, എന്തെങ്കിലും ഒരു ബെഡ്ഷീറ്റ് ഇട്ടാൽ പിന്നെ അവൾ സീറ്റിലിരിക്കില്ല, നേരെ താഴെ ഇറങ്ങിയിരിക്കുള്ളൂ. അവൾക്ക് നേരെ സീറ്റിന്മേൽ തന്നെ ഇരിക്കണം, അതിൻ്റെ മീതിലൊന്നും ഇടാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് അവളുടെ രീതികൾ. Hyundai Weekend Exchange Carnival കേരളത്തിലെ എല്ലാ Hyundai ഷോറൂമുകളിലും നാളെ മാത്രം. നിലവിലുള്ള കാർ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 1 ഗ്രാം ഗോൾഡ് കോയിൻ സമ്മാനം. ഒപ്പം 4 ലക്ഷം രൂപ വരെ ഓഫറുകളും. ടെസ്റ്റ് ഡ്രൈവ് സൗകര്യം, എക്സ്ചേഞ്ച് ബോണസ്, സ്പോട്ട് ബുക്കിംഗിന് സുനിശ്ചിത സമ്മാനം, നിരവധി ഫിനാൻസ് സൗകര്യങ്ങൾ എന്നിവ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇന്ന് തന്നെ അടുത്തുള്ള Hyundai ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ട Hyundai കാർ സ്വന്തമാക്കൂ. Hyundai.
പപ്പ ഭയങ്കര ഒച്ചത്തിൽ പാട്ട് വെക്കുന്ന ആളാണ് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞൊക്കെ വന്ന സമയത്ത് ഞാൻ പേടിച്ചു പോയിട്ടുണ്ട്. ഇത്രയും ശബ്ദത്തിൽ നാട്ടുകാർ ഒഴിച്ചിടൂലേ ഞാൻ പറയാറുണ്ട് കേട്ടോ. അത്രയും ഒച്ചത്തിൽ പാട്ട് വെക്കുന്ന ആളാണ്. റൂബിയുടെ രോമുള്ള കൂടുതൽ അത് പിന്നെ നമ്മളവിടെ അകത്ത് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടി ഉണ്ടെന്നോ ഇതിൻ്റെ അടിയിൽ ഉള്ളിൽ അകത്ത് അഴുക്കുണ്ടാവില്ല, പുറത്താണ് അഴുക്ക് പിടിച്ചിരിക്കുന്ന സ്ഥലം. ഓക്കെ, അത് ഇത് അവിടെ കൊണ്ട് വെച്ചിട്ട് അഴിക്കുന്നതാണ് നല്ലത്. അതെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇനി വീണ അടിച്ചു വാരി എടുക്കണം. അങ്ങനെ ഏറ്റവും അവസാനം അതൊക്കെ ഉണങ്ങിയതൊക്കെ എടുത്തിട്ട് ഇനി കവറൊക്കെ ഇട്ട് സീറ്റിൻ്റെ ഒക്കെ റെഡിയാക്കിയിട്ട് കണ്ട ഇത് കയറണ സാധനമാണ് ആ കീറി അവിടെ വെച്ചേക്കണത് അവർ. ആദ്യം ഞാൻ വിചാരിച്ചത് അത് കീറി കിടക്കണമെന്നാണ്, പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോളിട്ട് വെച്ചേക്കണേ എന്തോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയറായി വയർപ്പായേക്കുന്നത് ഉണങ്ങുമ്പോൾ പൊയ്ക്കോളുമല്ലോ അല്ലേ. എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ അത് കേൾക്കണത് അപ്പം എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. അതേ റൂബീന് കയറാൻ നിൽക്കുക, എല്ലാത്തിൻ്റെ നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്താലും കാണിച്ചാലും റൂബി അവിടെ വന്ന് ചെക്ക് ചെയ്ത് എന്തൊക്കെയാണ് ശരിയാണോ എന്നൊക്കെ നോക്കിയിട്ട് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ എല്ലാത്തിൻ്റെയും നടുക്കുണ്ടാവുകയും എപ്പോഴും അതെ. അപ്പോൾ ഇനിയില്ലേ ഞാൻ മുന്നോട്ട് കാണിക്കുന്നത് നമ്മളുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് കാണിക്കണത്. ഇനി കൂടുതൽ അബദ്ധങ്ങൾ ഒക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഏതായാലും വേറെ അബദ്ധങ്ങൾ എനിക്ക് വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഒരു അബദ്ധം വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അത് നിങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി തുടർന്നുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് കേട്ടോ. മമ്മി പോണില്ല പിന്നെ അകത്തോട്ട് പോണല്ലേ മമ്മി. വാ അമ്മയുടെ മുത്തു വാ പൊന്നു വാങ്ങിട്ട് എന്തിനിപ്പാ ചിക്കൻ തിന്നു കൊച്ചി തീർത്തിന്ന ഇന്ന് മുത്ത് തിന്ന എന്താണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വൈപ്പർ ഇരുമ്പിൻ്റെ വൈപ്പർ നല്ലതാണ്. ഇത് ഓൺലൈനിലൊക്കെ ഉള്ളത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അപ്പോൾ ഇത് ഞാൻ പപ്പനെ കൊണ്ട് മേടിപ്പിച്ചാണ്. കുളിമുറിയൊക്കെ നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ തന്നെ വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തെന്നി വീഴില്ല, പിന്നെ നല്ല ഡ്രൈ ആയിട്ട് കിടക്കും എപ്പോഴും. ഇന്ന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഗ്രോസറിയുടെ ഐറ്റംസിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിരുന്ന് കണക്ക് കൂട്ടി നോക്കി. കണക്ക് കൂട്ടാതെയാണ് ഞാൻ വാങ്ങിച്ചാർന്നത്. ഇപ്പം കണക്ക് കൂട്ടി നോക്കിയപ്പോഴത്തേക്കും ഈ നഷ്ടം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. ഇതേ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇന്ന് കുറേ പ്രൊഡക്ട്സ് കാണിച്ചല്ലേ, കുറേ ക്ലീനിങ് കാണിച്ചില്ലേ ഈ ഒരു സംഭവം വെച്ചിട്ട്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 1 ലിറ്റർ നമുക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ 84 രൂപക്ക് കിട്ടും. അപ്പോൾ ഇതിവിടെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് 84 റുപ്പീസ് കേട്ടോ. 84-ന് കിട്ടും. 1 ലിറ്ററാണ് കേട്ടോ. കണ്ട 1 ലിറ്റർ 84-ന് കിട്ടും. ഇനി നമ്മുടെ മറ്റേ ഒരു ടോയ്ലറ്റ് ക്ലീനറിൻ്റെ ഇതിപ്പോൾ കാണിച്ചത് ബാത്റൂം ക്ലീനറാണ്. ഇനി ഇതും ഞാൻ മേടിച്ചിട്ടുണ്ട് ടോയ്ലറ്റ് ക്ലീനർ. ഇതിന് 1 ലിറ്ററിന് 59 രൂപ കേട്ടോ. അപ്പോൾ അതെ ഞാനിവിടെ 59 എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി 143 റുപ്പീസാണ് ആകണത്. ശരിയല്ലേ? 143 റുപ്പീസാണ് ആകണത്. ഇനി ഞാൻ ഇവർ ചെയ്യുന്നൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. അതും ഞാൻ മേടിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഈ ഒരു പ്രശ്നം. ഇത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ലാഭമാണ്. ഈ ലാഭത്തിൽ നിന്നാണ് നമുക്കൊരു രൂപയുടെ സാധനം അവർ തരുന്നത്. മനസ്സിലായ? ഇതിപ്പോൾ 500 ml 500 ml ആണ്. പകുതി അളവിൻ്റെ 2 ബോട്ടിൽ കോംബോയാണ്. ഈ കോംബോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിങ്ങോട്ട് പെട്ടെന്ന് വീഴും. ഞാൻ അങ്ങനെ തന്നെ മേടിച്ചതാണ്. പക്ഷേ ഇപ്പം ഞാൻ ഇരുന്നിട്ട് വില കമ്പയർ ചെയ്ത് നോക്കി. 99 രൂപയാണ് മേടിച്ചേക്കുന്നത് ഈ കോംബോക്ക്. 1000 ml മാത്രമാണ് ഇത് രണ്ടും കൂടി 500. അപ്പോൾ ഒന്ന് നോക്കിയേ, 500 ഇത് ml ആണ്. 500 ml 99.
1000 ml മേടിക്കുമ്പോൾ 143 എന്ന് പറഞ്ഞാൽ ഞാനിത് രണ്ടും കൂടി കൂട്ടിയില്ലേ, രണ്ടെണ്ണം ബാത്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ രണ്ടും കൂടി 143. അപ്പോൾ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയേ. 1000 ml മേടിക്കുമ്പോൾ നമുക്ക്, അതായത് ഓരോ ലിറ്റർ മേടിക്കുമ്പോൾ 143 രൂപയാകണുള്ളൂ രണ്ടും കൂടിയിട്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ തന്നെ അര ലിറ്റർ മേടിക്കുമ്പോൾ 99 രൂപയാണ് ആകണത്. മനസ്സിലായ? അപ്പോൾ നമ്മൾക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാം. 143 രൂപ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് മനസ്സിലായല്ല, ഈ ഒരു കണക്ക് മനസ്സിലായില്ലേ? ഓരോ ലിറ്റർ 2 ബോട്ടിൽ കൊടുത്താൽ 143 രൂപ വരുള്ളൂ. അര ലിറ്ററിൻ്റെ കോംബോ രണ്ടും കൂടി ചേർന്നിട്ടുള്ള ബോട്ടിൽ എടുത്താൽ 99 രൂപ ഉണ്ട്. അപ്പോൾ ഈ 99ൻ്റെ കോംബോ 2 എണ്ണം എടുത്താൽ ഓരോ ലിറ്റർ നമുക്ക് രണ്ടും കിട്ടി, 198 രൂപയാകും. പക്ഷേ 143 രൂപയുള്ളൂ രണ്ടും സെപ്പറേറ്റ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എത്ര രൂപയുടെ വ്യത്യാസത്തിലാണ് അവർ തന്നത്? 55 രൂപയാണ് നമ്മളോട് കൂടുതൽ മേടിക്കണത്. മനസ്സിലായ? 198 നമ്മളോട്. ഇത് ഓരോ ലിറ്റർ എടുക്കണമെങ്കിൽ 198. നമുക്കത് സെപ്പറേറ്റ് ഓരോ ലിറ്റർ എടുത്തു കഴിഞ്ഞാലും 143 രൂപ. 55 രൂപയുടെ വ്യത്യാസമാണ് ഓരോ ലിറ്റർ നമ്മൾ എടുക്കുമ്പോൾ. കോംബോയുള്ള 2 എണ്ണം എടുത്താൽ, അതായത് ഓരോ ലിറ്റർ 500 വെച്ചിട്ടുള്ള 2 പാക്കറ്റ് എടുക്കുമ്പോൾ 1 ലിറ്റർ ആകണമെങ്കിൽ 2 പാക്കറ്റ് ആകണം. അപ്പം നമുക്ക് 198 രൂപ വരും. ഇതുണ്ട് 2 എണ്ണം എടുക്കുമ്പോൾ, ഈ കോംബോൻ്റെ 2 എണ്ണം എടുക്കുമ്പോൾ 198. അപ്പം നമുക്ക് കിട്ടുന്നത് 1000 ml പ്ലസ് 1000 ml കിട്ടും 198. പക്ഷേ ഇവിടെ നോക്കിയാൽ 1000 ml മേടിക്കുമ്പോൾ നമുക്ക് 143 രൂപയെ വരണുള്ളൂ. 55 രൂപയാണ്. ഇതാണ് ബിസിനസ് ട്രിക്ക്. നമുക്ക് ഇതെപ്പോഴും ഈ കോംബോ നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അത് നോക്കും. ഒരിക്കലും കോംബോ മേടിക്കരുതെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. നമ്മൾ സെപ്പറേറ്റ് എടുക്കുക. അത് എപ്പോഴും ഇങ്ങനെ കണക്ക് കൂട്ടി നോക്കിയിട്ട് മേടിക്കണം. ഇപ്പം ഞാൻ മേടിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇനി ശ്രദ്ധിച്ചിട്ടേ ഞാൻ മേടിക്കുകയുള്ളൂ. അപ്പോൾ ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് ഈ പ്രോഡക്ട്സ് കിട്ടും. ഭയങ്കര വില കുറവാണ്. കാരണം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹാർപ്പിക്കിൻ്റെ 1 ലിറ്ററിന് 162 രൂപ കൊടുക്കണം. പക്ഷേ ഇവരുടേത് 59 രൂപയുള്ളൂ. 1 ലിറ്ററിന് 59 രൂപയുള്ളൂ. പിന്നെ നമ്മുടെ ബാത്റൂം ക്ലീനറിന് 178 രൂപ കൊടുക്കണം 1 ലിറ്ററിന്. മറ്റുള്ള ബ്രാൻഡുകൾ ഇവരുടേത് ആകെ 84 രൂപയുള്ളൂ ബാത്റൂം ക്ലീനർ 1 ലിറ്ററിന്. അത്രയും വില കുറവുണ്ട്. പക്ഷേ നല്ല പ്രൊഡക്റ്റാണ് ഫ്ലിപ്കാർട്ടിൻ്റെ. എല്ലാം നല്ല കട്ടിയായിട്ട് നല്ലതായിട്ട് അഴുക്കും. ഇപ്പം ഞാൻ ഇന്ന് ചെയ്ത ക്ലീനിങ് ഒക്കെ ഇല്ലേ, എല്ലാം ഫ്ലിപ്കാർട്ടിൻ്റെ പ്രൊഡക്റ്റ് അല്ലേ, സൂപ്പറായിട്ടാണ് ക്ലീനായി വരണം കേട്ടോ. അപ്പം നിങ്ങളും മേടിക്കുമ്പോൾ, കാരണം നമ്മളിങ്ങനെ വീഡിയോയിലൂടെ കാണിച്ച് പറഞ്ഞു തരുമ്പോഴാണ് നിങ്ങൾക്കത്, ഇപ്പം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ അടുത്ത് കൂടി പറഞ്ഞു. അപ്പോൾ കോംബോ എടുക്കുമ്പോൾ എപ്പോഴും സെപ്പറേറ്റ് ഉള്ളത് നോക്കി അതിൻ്റെ വിലകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും കോംബോ നോക്കി എടുക്കാനായിട്ട്. ഓക്കെ.